ഗൂഗിളിൻ്റെ I/O 2025 ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് അപ്ഡേറ്റുകൾ നിങ്ങൾ ഇതിനകം കണ്ടു കഴിഞ്ഞിട്ടുണ്ടാകും. നമുക്ക് അവരുടെ കുറച്ച് പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ ഇതിനകത്ത് പറയാം. കൂട്ടത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് അസസ്മെൻറ്റുകളാണ്. ഗൂഗിൾ ഏതുവരെ എത്തിയിട്ടുണ്ട്, എന്താണിത് സൂചിപ്പിക്കുന്നത്, നമ്മുടെ ഭാവി എങ്ങനെ നമുക്ക് ഇതിനനുസരിച്ചിട്ട് മാറ്റാം. ലൈക്ക് ഇത് ഈ ഗൂഗിൾ I/O ഞാനൊരു വാട്ടർ ഷെഡ് മൊമെൻ്റ് ഒക്കെ ആയിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ AI കാര്യത്തിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിട്ടൊക്കെ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഒരു വേഗതയുണ്ടല്ലോ, അതായത് ഇത്ര ടൈമും കൂടെ കിട്ടും, ഇത്ര ടൈമും കൂടെ ഇതിനെല്ലാം കിട്ടും. ഇപ്പോൾ ഞാൻ മുൻപ് കോഡിങ് ആസ് എ കരിയറിനെ AI ബാധിക്കും എന്നൊക്കെ മുൻപ് ഒരു വീഡിയോ പങ്കുവെച്ചപ്പോൾ ചില ആൾക്കാർ അതിൻ്റെ താഴെ 10 കൊല്ലം കൂടെ എടുക്കും, അല്ലെങ്കിൽ 15 കൊല്ലം കൂടെ എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മൈൻഡിലുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടല്ലോ, ഒരു ടൈം ഫ്രെയിം ഉണ്ടാവും. ഈ ഒരു സ്പീഡിൽ ഇത്ര പോവുകയാണെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടെത്താൻ ഇത്ര ദൂരം ഉണ്ടാകും എന്നുള്ള ഇങ്ങനത്തെ എല്ലാ നോഷൻസിനെയും അല്ലെങ്കിൽ നമ്മുടെ തിങ്കിങ്ങിനെയൊക്കെ ഷാറ്റർ ചെയ്യിക്കാൻ കഴിയുന്ന കുറേ ഡെമോൺസ്ട്രേഷൻസ് ആണ് ഗൂഗിൾ I/O 2025 നടന്നിട്ടുള്ളത്. And today Gemini 2.5 Pro sweeps the LM Arena leaderboard in all categories. Gemini 2.5 Pro is our most intelligent model ever. Introducing Google Beam, a new AI-first video communications platform. Research prototype Project Mariner. It's an agent that can interact with the web and get stuff done. ഗൂഗിളിൻ്റെ കുറേ കാലത്തെ റിസർച്ച്, ഡെക്കേഡ്സ് ഓഫ് റിസർച്ച്, ഗൂഗിൾ അത്രയും വലിയൊരു കമ്പനിയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ. ഇപ്പോൾ OpenAI എന്നുള്ള ഒറ്റ പ്രൊഡക്റ്റ് സെഗ്മെൻറ്റിൽ വന്ന് കഴിഞ്ഞ വർഷമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ OpenAI ഫാർ ബെറ്റർ ദാൻ ഗൂഗിൾ എന്നുള്ളൊരു പിക്ചറൊക്കെ ഉണ്ടായിരുന്ന ഒരു പോയിൻ്റിൽ നിന്ന് മാറിയിട്ട് ഇന്ന് ഗൂഗിൾ ആ ഒരു സിംഹാസനം തിരിച്ചു പിടിച്ചിട്ടുള്ള ഒരവസ്ഥ നമുക്ക് ഗൂഗിൾ I/Oയിൽ കാണാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള ചർച്ച ഉദ്ദേശിക്കുന്നത്. ഗൂഗിൾ അവരുടെ റിസർച്ചിനെ പ്രൊഡക്റ്റൈസ് ചെയ്തിട്ട് ഒരു ടൺ ഓഫ് പ്രൊഡക്റ്റുകൾ, അത് AI ബിക്കമിങ് എന്താ പറയുക, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫോർ ലൈഫ് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ. അപ്പോൾ നമ്മളൊരു പ്രൊഫഷണലാണ്, ഒരു എക്സിക്യൂട്ടീവ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മെയിലുകൾ വരും. പക്ഷേ ഈ മെയിലുകൾക്കൊക്കെ റിപ്ലൈ അയക്കുക എന്നുള്ളത് വളരെ ടെഡിയസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. പക്ഷേ അവിടെ അവരുടെ സ്മാർട്ട് റിപ്ലൈ ഫീച്ചറുകൾ, അതുപോലെ തന്നെ പ്രൊജക്റ്റ് മറീനർ എന്ന് പറഞ്ഞിട്ടുള്ള ഫുൾ എജൻറ്റിക് മോഡ് ഉള്ള ഫീച്ചേഴ്സ്, അതുപോലെ ക്രിയേറ്റിവിറ്റിയെ കമ്മോഡറ്റൈസ് ചെയ്യുന്ന VO3, അതുപോലെ തന്നെ ലിറിയ, അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റുകൾ ഗൂഗിൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് സംവദിക്കുക, അത് എന്താണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് സംവദിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം. അപ്പോൾ നോർമലി എൻ്റെ വീഡിയോ ഓഡിയോ ആയിട്ട് കേൾക്കാറുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിൽ ഞാൻ ഗൂഗിൾ I/Oയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ കുറേശ്ശെ കാണിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് വീഡിയോ കാണുന്നത് നന്നായിരിക്കും എന്നുള്ളത് കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ പറയാം. അപ്പോൾ നമുക്ക് പോയിന്റ് നമ്പർ 1 എന്ന് തുടങ്ങാം. ഗൂഗിൾ എന്താണ് അവരുടെ കുറേ പ്രോജക്റ്റുകളിലൂടെ, ഇപ്പോൾ ജെമിനി ലൈവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതൊരു വിഷ്വൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് നമ്മുടെ ഫോണിൽ ക്യാമറ ഓൺ ആക്കിയിട്ട് നമ്മളിങ്ങനെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന കാഴ്ചകളിലെല്ലാം ഇൻ്റലിജൻസ് ആഡ് ചെയ്തിട്ട്, ഇപ്പോൾ നമ്മൾ കണ്ണട ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് ആ കണ്ണട എന്നുള്ളത്, കീ എവിടെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ റൂമൊക്കെ ഭയങ്കര ക്ലട്ടേഡ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് നമുക്കൊരു ഇൻഫോർമേഷൻ ലൈക്ക് വേർതിരിച്ചെടുക്കാൻ ഭയങ്കര പ്രയാസമാവില്ല. പലപ്പോഴും നമ്മളെ കണ്ണെത്തുന്ന ദൂരത്ത് തന്നെ കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ, ഇതൊക്കെ എനിക്ക് തോന്നുന്നു അധിക വീടുകളിലും ഭയങ്കര ഈസി ആയിരിക്കും. അതായത് കണ്ടെത്തുന്ന ദൂരത്ത് വിഷയം ഉണ്ടാവും, ബട്ട് ദെൻ നമ്മൾക്ക് എല്ലാം കൂടി ഒരുമിച്ച് കാണുന്ന കാരണം നമ്മൾ ആവശ്യമുള്ള സാധനം തിരഞ്ഞെടുക്കാനൊക്കെ നമ്മൾ കഷ്ടപ്പെടാറില്ലേ. ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ ഈ ജെമിനി ലൈവ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നല്ലൊരു ഡെമോൺസ്ട്രേഷൻ അവർ റിയൽ വേൾഡിലുള്ള സാഹചര്യങ്ങൾ വെച്ചിട്ട് കാണിച്ചു. അതിനെ പറ്റിക്കാൻ നോക്കി, പക്ഷേ അത് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ഉത്തരങ്ങൾ നൽകുന്ന ഒരു വിഷ്വൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഘട്ടത്തെ ശരിക്കും ജെമിനി ലൈവ് കാണിച്ചിട്ടുണ്ട്. Why are these palm trees so short? I'm worried about them. They're not short. They're actually pretty tall. Why do people keep delivering packages to my lawn? It's not a package, it's a utility box. Why is this person following me wherever I walk? No one's following you. That's just your shadow. വൺ ഓഫ് ദ അടിപൊളി ഫീച്ചേഴ്സായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം അതാണ്. ഇത് മുൻപ് മെറ്റയുടെ റെയ്ബാൻ AI ഗ്ലാസ്സുകളെ കുറിച്ചിട്ട് ഒരു റിവ്യൂ വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ആ പ്രോജക്റ്റിൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ജിയോ ഫെൻസിങ് ഉള്ള കാരണം അതിൽ AI ഫീച്ചേഴ്സ് ഒന്നും അന്ന് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് അത് ട്രൂ ആയിട്ട് അതിൻ്റെ പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് ദെൻ അതുപോലത്തെ ഒരു സാധനം ആൻഡ്രോയിഡ് XR എന്ന് പറഞ്ഞിട്ട് ഇവരും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ദെൻ ഒരു വ്യത്യാസമുണ്ട്. മെറ്റയുടെ AI ഗ്ലാസ്സിന് ഇതുണ്ടായിരുന്നില്ല, എന്താ പറയുക, സ്ക്രീൻ ഉണ്ടായിരുന്നില്ല. ബട്ട് ദെൻ ഇത് നമ്മുടെ ഈ ഗ്ലാസ്സിൽ തന്നെ പ്രൊജക്റ്റഡ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന, റിയൽ വേൾഡിലേക്ക് നമുക്ക് ഇൻഡിക്കേഷൻസ് തരുന്ന ഒരു ലെവലിലേക്കൊക്കെ ആൻഡ്രോയിഡ് XR വന്നിട്ടുണ്ട്. ഇവിടെ ഒരു അസസ്മെൻറ്റ് പറയട്ടെ. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ലെൻസിലൂടെ കാണുന്നു, നമ്മൾ കാണുന്ന ലെൻസിനെ കൺട്രോൾ ചെയ്യാനും അതിൻ്റെ നരേറ്റീവിനെ കൺട്രോൾ ചെയ്യാനും ഗൂഗിളിന് കഴിയുകയാണെങ്കിൽ, AIക്ക് കഴിയുകയാണെന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ ഫ്യൂച്ചറിനെ എങ്ങനെയായിരിക്കും ഡിസൈൻ ചെയ്യുക എന്നുള്ളത് ആലോചിച്ചിട്ടുണ്ടോ? ലൈക്ക് ദേ ക്യാൻ എന്താ പറയുക, കൺട്രോൾ വാട്ട് വി സീ
അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തെ എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഈ ലെൻസാണല്ലോ നമുക്ക് നമ്മുടെ മുൻപിലുള്ള ലോകത്തെ പറഞ്ഞു തരുന്നത്, നമ്മളെ കൊണ്ട് ഡയറക്ഷൻ എടുപ്പിക്കുന്നത്, അങ്ങനത്തെ എല്ലാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഗൂഗിൾ മാപ്പിൽ നമ്മൾ ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചിട്ട് ചില ആൾക്കാരെല്ലാം വെള്ളത്തിൽ പോയിട്ട് വീണു, അല്ലെങ്കിൽ എന്താ പറയുക, ആരുമില്ലാത്ത പ്രദേശത്തേക്ക് എത്തി, നമുക്ക് മര്യാദയിലേക്കുള്ള വഴിയിലല്ലാത്ത ബൈക്ക് പോകുന്ന വഴിയിൽ കാറിനെ കൊണ്ടുപോയി നിർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഗൂഗിൾ മാപ്പിൻ്റെ ഒക്കെ ഇഷ്യൂസ് കേട്ടിട്ടുണ്ടാവില്ലേ. തിങ്ക് അബൌട്ട് ദ സിമിലർ സിനാരിയോ, അത് ഇങ്ങനെ കണ്ണട ഉപയോഗിക്കുന്ന ഒരു ലോകത്തേക്ക്, അല്ലെങ്കിൽ ആ ആൻഡ്രോയിഡ് XR പോലത്തെ ഒരു സംഭവത്തിലൂടെ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ നരേറ്റീവിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ AI ആണ് എന്നുണ്ടെങ്കിൽ, ആ AIൻ്റെ എത്തിക്സും അതുപോലെ തന്നെ ആ AIയുടെ അൾട്ടീരിയർ മോട്ടീവ്സും എന്തായിരിക്കുമോ അത് നമ്മുടെ വേൾഡ് വ്യൂവിനെ ബാധിക്കുമോ എന്നുള്ളത്. അതായത് പിന്നീട് ഇൻഡിപെൻഡൻറ്റ് ഒപ്പീനിയൻ ഇല്ലാത്ത ഒരവസ്ഥ, AI നമ്മളെ കൺട്രോൾ ചെയ്യുന്ന പോലത്തെ ഒരു പക്കാ സൈഫൈ സിറ്റുവേഷനൊക്കെ എനിക്ക് ആ ഒരു സംഭവം കണ്ടപ്പോൾ തോന്നി. ബട്ട് ദെൻ എന്താ പറയുക, ഇതൊരു ഇവോൾവിങ് സബ്ജക്റ്റാണ്. അപ്പോൾ നമ്മളിതിനെക്കുറിച്ച് ചർച്ചകൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. എങ്ങനെയൊക്കെ ആയിരിക്കണം, ഇതിൻ്റെ ബൗണ്ടറീസ് എന്താണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, അതായത് ഒന്ന് ഇവരുടെ ഈ ജെമിനി ലൈവ് എന്ന് പറഞ്ഞിട്ടുള്ള വിഷ്വൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഭാഗവും, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് XR എന്ന് പറഞ്ഞിട്ടുള്ള AI പ്ലസ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയാണ് ശരിക്കും ഈ ആൻഡ്രോയിഡ് XRൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി വഴി നമ്മുടെ ലെൻസിൽ നമുക്ക് കാഴ്ചകളെ മറ്റുമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരികയും നമുക്ക് ഡയറക്ഷൻ തരികയും നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫോർമേഷനൊക്കെ തരുന്ന ഒരു പ്രോഡക്റ്റ്. ഇത് രസമുള്ള കാര്യം എന്താണെന്നറിയോ, ഒരു കഴിഞ്ഞ മാസം ഏപ്രിലിൽ ഞാൻ ചൈനയിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ, എനിക്കൊന്നും നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. അപ്പോൾ അവിടെ നിന്ന് ശരിക്കും ഇത്തരത്തിലുള്ള ഗ്ലാസ്സുകളുടെ ഡെമോൺസ്ട്രേഷൻ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് ലൈവ് ട്രാൻസ്ലേഷനൊക്കെ തരുന്ന, അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾ എന്തെങ്കിലും സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ചൈനീസിലാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിലൊക്കെ നമുക്ക് ഇവിടെ കാണിച്ചു തരുന്ന പ്രോഡക്റ്റുകളൊക്കെ അന്ന് ചൈനയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ അത്തരം കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ട് തന്നെ ആയിരിക്കണം ഈ ആൻഡ്രോയിഡ് XR വരുന്നത്, ലൈവ് ട്രാൻസ്ലേഷനോ മറ്റുമൊക്കെ. എന്തായാലും അതിൽ AI ഉണ്ടല്ലോ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ആളുടെ മുഖത്ത് നോക്കിയിട്ട് തന്നെ സംസാരിക്കുക, അയാൾ പറയുന്നതെല്ലാം നമുക്ക് നമ്മുടെ കണ്ണടയിൽ ഇവിടെ ഇങ്ങനെ എഴുതി കാണിക്കും. സോ നല്ല എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഫ്യൂച്ചറാണ്. നമ്മൾ മറ്റേ ഭാഗം മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഒരുപാട് പ്രോമിസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നിയൊരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിമെയിലിനകത്ത് വരുന്ന സ്മാർട്ട് റിപ്ലൈസിൻ്റെ കാര്യമാണ്. Be familiar with our AI-powered smart reply features. Now imagine if those responses could sound like you. That's the idea behind personalized smart reply. എനിക്കൊക്കെ ഒരുപാട് ഇമെയിലുകൾ വരാറുണ്ട്. ഒരു കോൺവെർസേഷനൊക്കെ ഉണ്ടാവില്ല നമ്മുടെ ഇമെയിലിൽ. ഇപ്പോൾ വലിയ ലെങ്തി കോൺവെർസേഷനൊക്കെ കാണുകയെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ പലപ്പോഴും മുൻപ് എന്താ പറഞ്ഞതെന്നുള്ളതിലേക്ക് പോയിട്ടായിരിക്കും നമുക്കൊരു റിപ്ലൈ ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുക. പക്ഷേ നമ്മുടെ കോൺവെർസേഷനെ കുറിച്ച് നന്നായിട്ട് അറിയുകയും നമുക്ക് വേണ്ടി റിപ്ലൈ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് സെൻഡ് മാത്രം അടിച്ചാൽ മതി എന്നുള്ളൊരു ഓപ്ഷനിലൊക്കെ നല്ല അടിപൊളി സ്മാർട്ട് റിപ്ലൈസ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഓട്ടോ കംപ്ലീറ്റ് അല്ലെങ്കിൽ ഓട്ടോ റൈറ്റ് അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ മെയിലുകൾക്കിടയിലും കോൺവെർസേഷനിടയിലും ഒക്കെ ഇൻഫോർമേഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മളെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരു സ്മാർട്ട് റിപ്ലൈ സംവിധാനമായിട്ട് ജിമെയിലിനകത്തൊക്കെ ഫീച്ചർ വരുന്നു എന്ന് കണ്ട സമയത്ത് AIക്ക് നമ്മളറിയാം, നമ്മളെ അറിഞ്ഞുകൊണ്ട് ഉത്തരം കൊടുക്കുമ്പോൾ ഒരു ജനറൽ ഉത്തരവും നമ്മൾ അറിഞ്ഞിട്ടുള്ള ഉത്തരവും തമ്മിൽ ഒരുപാട് പേഴ്സണലൈസേഷനിൽ ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി. പിന്നെ മറ്റൊരു അടിപൊളി ഫീച്ചർ കണ്ടെന്താ വെച്ചാൽ എജൻറ്റിക് മോഡ് അഥവാ പ്രൊജക്റ്റ് മറീനറൊക്കെയാണ്. Our research prototype, Project Mariner. It's an agent that can interact with the web and get stuff done. We released it as an early research prototype in December, and we've made a lot of progress since. അപ്പോൾ മുൻപ് ഇതിനെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മളൊരു ചോദ്യം ചോദിക്കുന്നു, നമുക്കൊരു ഉത്തരം കിട്ടുന്നു, നമ്മൾ ആ ഉത്തരം എടുത്തിട്ട് അടുത്ത സ്ഥലത്ത് പോയിട്ട് അത് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ വെബ് ബ്രൗസിംഗ് ഒക്കെ നമ്മൾ കാലങ്ങളായിട്ട് വെബ് ബ്രൗസ് ചെയ്യുന്ന ഒരു രീതി അതാണ്. ഗൂഗിളിനോട് എന്തെങ്കിലും ചോദിക്കുന്നത്, ഗൂഗിൾ നമുക്ക് ലിസ്റ്റ് ഓഫ് സർവീസുകൾ തരുന്നു, ലിസ്റ്റ് ഓഫ് വെബ്സൈറ്റുകൾ കാര്യങ്ങളൊക്കെ തരുന്നു. നമ്മൾ ആ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ എടുക്കുന്നു. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളൊരു അഭിപ്രായമൊക്കെ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ കുറേ അധികം സമയം എടുക്കൂലേ. പക്ഷേ ഈ പണിയൊക്കെ ഒരു എജൻറ്റിക് AI വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ അവർ ലൈവ് ഡെമോൺസ്ട്രേഷനിൽ കാണിക്കുന്നത് ഒരു ഫ്ലാറ്റ് നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബജറ്റും നമ്മുടെ ആവശ്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ത്രൂ ഔട്ട് ദ പ്രോസസ്സ് തീർത്തിട്ട് അതിൻ്റെ ഫിൽറ്ററിങ്, സ്കാമിങ് അതിനൊക്കെ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു ഫ്ലാറ്റ് കണ്ടെത്തിയിട്ട് നമുക്ക് അങ്ങോട്ടുള്ള സൈറ്റ് വിസിറ്റ് ഷെഡ്യൂൾ ചെയ്യുന്നവരേക്കുള്ള എജൻറ്റിക് സർവീസുകൾ. ആ എജൻറ്റിക് സർവീസുകളുടെ ഒരു എക്സാമ്പിളാണ്. ഇതുപോലെ ഒരുപാട് റിയൽ വേൾഡ് യൂസ് കേസുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഏജൻറ്റുകൾക്ക് ഒരേ സമയം സിങ്ക്രണൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെയുള്ള പ്രൊജക്റ്റ് മറീനർ പോലത്തെ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ അവർ മുന്നോട്ട് വെച്ചു. മറ്റൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള അവരുടെ ഒരു പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ജെമിനി 2.5 ഡീപ്പ് തിങ്കിങ് എന്നുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മോഡലൊക്കെ, റീസണിങ് മോഡലൊക്കെ വന്നു. By introducing a new mode we're calling Deep Think. Deep Think uses our latest cutting-edge research in thinking and reasoning, including parallel techniques. അപ്പോൾ ഈ ഡീപ്പ് തിങ്കിങ്ങും അതുപോലെ തന്നെ
2.5 നിലവിലുള്ള എല്ലാ LLM ബെഞ്ച് മാർക്കുകളിലും നിലവിലുള്ള എല്ലാ AI മോഡലുകളെക്കാളും മുകളിലാണ് നിൽക്കുന്നത് എന്നുള്ളത് അവർ ക്ലെയിം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അധികവും ChatGPT ഉപയോഗിക്കാനുള്ളത് ഒരു ഇക്കോസിസ്റ്റം നമ്മൾ ഫെമിലിയറായി, അതിൻ്റെ UX നമുക്ക് ഇഷ്ടമായി, പിന്നെ നമ്മളതിലങ്ങ് കുടുങ്ങിപ്പോകുന്നൊരവസ്ഥയുണ്ടല്ലോ. അതിന് സിമിലർ ആയിട്ടുള്ളൊരു സാഹചര്യമാണ് പലപ്പോഴും ഞാൻ ChatGPTയിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നതിനുള്ളൊരു അവസ്ഥ. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ചാണ് സംസാരിക്കാറുള്ളത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബട്ട് ദെൻ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ജെമിനി നന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്. മുൻപ് ജെമിനി ഉപയോഗിക്കാതിരുന്നതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജെമിനി പെട്ടെന്ന് കോണ്ടെക്സ്റ്റ് മറന്നു പോകും, നമ്മൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് മറന്നു പോകും. അതുപോലെ തന്നെ നമ്മളൊരു ഇപ്പോൾ മലയാളത്തിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം, ഹിന്ദി, ഇംഗ്ലീഷൊക്കെ കൂട്ടിയിട്ട് എഴുതും. പിന്നെ അതിൻ്റെ ഫോളോ അപ്പ് ചാറ്റ് പറയുമ്പോഴേക്കും നേരത്തെ പറഞ്ഞ എന്താണെന്നുള്ളത് മറന്നു പോകും. ഇങ്ങനെ ഒരുപാട് ഇൻകൺവീനിയൻസുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ റീസെൻ്റ്ലി നമ്മളത് ഉപയോഗിക്കുന്ന സമയത്ത്, ജെമിനിയൊക്കെ നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അറിയാം, ഒരുപാട് കാര്യങ്ങളിൽ കൺസിസ്റ്റൻസി അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസി വലിയൊരു ഫാക്ടറായിട്ട് എനിക്ക് AI കാര്യത്തിലൊക്കെ തോന്നിയിട്ടുണ്ട്. അതായത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടാവുകയും അതിൻ്റെ ഫോളോ അപ്പ് ചോദ്യങ്ങളൊക്കെ, അതായത് ഒറ്റ ചോദ്യത്തിൽ മിക്കപ്പോഴും നമ്മുടെ പ്രോബ്ലം തീരില്ലല്ലോ. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു കോൺവെർസേഷനെ നമുക്ക് ലെങ്തി ആയിട്ട് കൊണ്ടുപോകുമ്പോഴും നമുക്ക് ആ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഹൈ ക്വാളിറ്റി ഉത്തരങ്ങൾ തരാൻ കഴിയുന്നു എന്നുള്ളത് ജെമിനിക്ക് നല്ലൊരു ഫീച്ചറായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് മലയാളം ജെമിനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു പക്ഷേ ChatGPTയേക്കാളും നന്നായിട്ട്. പ്രത്യേകിച്ച് ഫ്രീ വേർഷനുകൾ തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ജെമിനായാണ് നല്ല മലയാളം എഴുതുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യമൊക്കെയുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രിഫർ ചെയ്യാം. അപ്പോൾ ഇവിടെ ആലോചിക്കേണ്ടത്, ജെമിനയിൽ ഇപ്പോൾ ഗൂഗിൾ എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ $250 ഒരു മന്ത്ലി സബ്സ്ക്രിപ്ഷൻ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ChatGPTയുടെ $200 സബ്സ്ക്രിപ്ഷൻ ഉണ്ട് എന്നുള്ളത് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവരുടെ ഏറ്റവും അഡ്വാൻസ്ഡ് മോഡലുകളൊക്കെ അതിനകത്താണ് വരിക. കൂടുതൽ സോറ ക്രെഡിറ്റ്സ്, ഇപ്പോൾ വീഡിയോ ജനറേഷൻ ക്രെഡിറ്റുകളൊക്കെ അതിനകത്താണ് വരിക. അപ്പോൾ എന്നോട് ആൾക്കാർ ചോദിക്കാറുണ്ട് ഏതാണ് എടുക്കാൻ നല്ലത് എന്നുള്ളത്. ജനറലി എല്ലാവരോടും ഞാൻ പറയാറുള്ളത് പ്ലസ് മതി, അഥവാ $20 പ്ലാന് മതി. പക്ഷേ ഇപ്പോൾ ഗൂഗിൾ വന്നതോട് കൂടിയിട്ട് ഗൂഗിൾ ഈ പിക്ചറിലൊക്കെ ശരിക്ക് ചില കാര്യങ്ങളിലൊക്കെ ChatGPT പ്ലസിനേക്കാളും പെർഫോമൻസ് ഗൂഗിളിൻ്റെ ഫ്രീ വേർഷൻ തന്നെ തരുന്നുണ്ട്. അതുപോലെ ഇനി ഈ 2.5 അതുപോലെ ഈ പ്രോ മോഡ് ഉണ്ടല്ലോ, ഏകദേശം $250 കൊടുക്കുന്ന ഗൂഗിളിൻ്റെ പ്ലാൻ, അത് ഞാൻ നിലവിൽ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് കംപ്ലീറ്റ്ലി കമൻറ്റ് ചെയ്യാൻ വയ്യ. പക്ഷേ ഗൂഗിൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലുകളിലൊക്കെ ഏർലി ആക്സസ് കിട്ടാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവർക്ക് സംവിധാനം ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പോൾ വീഡിയോ ജനറേഷൻ ആണെങ്കിൽ എല്ലാത്തിലും ഈ അഡ്വാൻസ്ഡ് പ്ലാനുകൾ ശരിക്കും എന്തിനാണെന്ന് അറിയാം. ഇപ്പോൾ AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി ഭയങ്കര റിസോഴ്സ് ഇൻറ്റൻസീവ് ആയിട്ടുള്ളതാണ്. അവർക്ക് നല്ല ചിലവുണ്ട്, അതുകൊണ്ടാണ് അവർ ഇങ്ങനത്തെ സബ്സ്ക്രിപ്ഷൻ പ്ലാനുകൾ ഇട്ടിട്ട് വിൽക്കുന്നത്. ബട്ട് ദെൻ ഒരു ചെറിയ ശതമാനം ആൾക്കാർ മാത്രമേ ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളൂ. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ ഒരു കോമ്പറ്റേറ്റീവ് എഡ്ജിനെ കുറിച്ച്, അത് ആ ഒരു ചിന്തയുള്ള ആൾക്കാർ വേണം. അതായത് ഇങ്ങനെ ഇപ്പോൾ ഒരു $20,000 ഒരു AI ടൂളിന് കൊടുത്തിട്ട് നമുക്ക് എന്തൊക്കെ വർക്കാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്ന് ഇതിനെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുക, അപ്പോൾ ഒരു 10x പ്രൊഡക്ടിവിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ വളരെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അത് ഓരോ വ്യക്തിക്കും ആ വ്യക്തിയുടെ ഒരു ഡെയിലി ടാസ്കുകളിലൊക്കെ വാച്ച് ചെയ്തിട്ട് ഇതിലേതൊക്കെ AI വെച്ചിട്ട് ഇമ്പ്രൂവൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവരാദ്യം മനസ്സിലാക്കണം. അപ്പോൾ എന്നിട്ട് AI ഉണ്ടാക്കുന്ന ഡിഫറൻസ് എന്താണ്. ഇപ്പോൾ 20,000 കൊടുത്തു കഴിഞ്ഞാൽ 2 ലക്ഷത്തിൻ്റെ ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ശരിക്കും 1,50,000 ലാഭമാണല്ലോ. അപ്പോൾ ഇതൊരു തിങ്കിങ് ആണ് ഏത് AI മോഡൽ എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഗൂഗിൾ ഇങ്ങനത്തെ ഒരു മോഡും കൂടെ പുറത്തിറക്കിയിട്ടുണ്ട് എന്നുള്ളത് പറയാം, ആവശ്യക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. മറ്റൊരു പ്രധാന പ്രത്യേകതയായിട്ട് അവർ പറയുന്നത് വേൾഡ് AI മോഡൽ എന്നുള്ള ആശയം വരുന്നു. ഇപ്പോൾ റോബോട്ടിക്സിലേക്കൊക്കെ AI വരണം എന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഈ ലോകത്തിൻ്റെ ഫിസിക്സും കെമിസ്ട്രി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല ധാരണ ആർക്ക് വേണം, ഈ AIക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ ഇപ്പോൾ ആപ്പിൾ താഴത്തേക്ക് വീഴുന്ന ഒരു വീഡിയോ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് താഴത്തേക്ക് വീഴണം, മേലേക്ക് പോകാൻ പാടില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. അതായത് ഗ്രാവിറ്റിയെക്കുറിച്ചുള്ള ധാരണ വേണം, അങ്ങനെ ലോസ് ഓഫ് ഫിസിക്സിനെ കുറിച്ചിട്ടുള്ള ധാരണ വേണം. അപ്പോൾ ഇങ്ങനത്തെ വേൾഡിനെ കുറിച്ചും വേൾഡിൻ്റെ ഫിസിക്കാലിറ്റിയെ കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള, ഒരു പക്ഷേ വിഷ്വൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് കൂടുതൽ പ്രാധാന്യമുള്ള AI മോഡലുകൾ ഗൂഗിൾ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ചും ഞാൻ ഈ അവരുടെ ടോട്ടൽ പ്രസൻറ്റേഷനിൽ കാണുകയുണ്ടായി. ഇവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ VO3 അതുപോലെ ഇമാജിൻ അതുപോലെ ഫ്ലോ 3 ഈ എന്താ പറയുക ക്രിയേറ്റിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളുടെ കാര്യം വരുന്നത്. ഇതെന്താ വെച്ചാൽ ഇമേജ് ജനറേഷൻ, വീഡിയോ ജനറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ വളരെ ലൈറ്റായിട്ട് കാണാം. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തത് എന്താ വെച്ചാൽ വാട്ട് ഈസ് ക്രിയേറ്റിവിറ്റി. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മുൻപൊക്കെ ക്രിയേറ്റിവിറ്റി എന്ന് പറയേണ്ടത് എനിക്ക് നന്നായിട്ട് വരക്കാൻ കഴിയുന്നത്, എനിക്ക് നന്നായിട്ട് എഴുതാൻ കഴിയുന്നത്, എനിക്ക് നന്നായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ കഴിയുന്നത്, ഇതെല്ലാം ക്രിയേറ്റിവിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതായത് നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ശേഷിയാണ് മുൻപ് ക്രിയേറ്റിവിറ്റി എന്നുണ്ടെങ്കിൽ ഇവർ ആ ക്രിയേറ്റിവിറ്റിയെ ഒരു കമ്മോഡിറ്റി ആക്കി മാറ്റിയിട്ട് നമുക്ക് ഒരു സിസ്റ്റത്തോട്, ഒരു AI സിസ്റ്റത്തോട് നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറയുന്ന ശേഷിയെ, അല്ലെങ്കിൽ നമ്മുടെ ഇമാജിനേഷൻ ഉണ്ടാവുമല്ലോ ഇങ്ങനെയൊക്കെ ചെയ്തൂടെ എന്ന് ചോദിക്കുന്നത്, ആ ശേഷിയെ ശരിക്കും ക്രിയേറ്റിവിറ്റി ആക്കി മാറ്റുന്നു. ബാക്കിയെല്ലാം അതല്ലേ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വരക്കാൻ അറിയില്ല, കുഴപ്പമില്ല, എനിക്ക് നന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ
അത് ക്രിയേറ്റിവിറ്റി ആയിട്ട് മാറുന്ന ആർട്ട് എന്ന് പറയുന്നത് ഒരു കമോഡിറ്റി ആവുന്ന ഒരു ഭാഗം നമുക്ക് ഇതിനകത്തൊക്കെ കാണാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ VO3യുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വീഡിയോ ജനറേറ്റ് ചെയ്യും, കൂടെ തന്നെ അതിൻ്റെ ഓഡിയോ കൂടെ ജനറേറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ നല്ല ഡെമോൺസ്ട്രേഷൻ കണ്ടു. The microfilm is in your ticket. They're watching the north exit. Use the service tunnel. അതുപോലെ തന്നെ ഇമാജിൻ എന്ന് പറഞ്ഞിട്ട് ഇമേജ് ജനറേഷൻ, അവരുടെ മുൻപത്തെ ഇമേജ് ജനറേഷനേക്കാളും 10x ഫാസ്റ്ററാണ്. അതുപോലെ തന്നെ 2K ക്വാളിറ്റിയിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ അഗൈൻ പ്രിൻറ്റ് ക്വാളിറ്റി എന്നൊക്കെ പറയാൻ പറ്റുന്ന ക്വാളിറ്റിയിലേക്ക് നല്ല ഔട്ട്പുട്ടുകൾ വരുന്നു. ഇനി അതൊന്നുമല്ല, അവരുടെ ഫ്ലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. അതായത് ഇമേജിനെ ജനറേറ്റ് ചെയ്തിട്ട് നമുക്ക് അത് ഉപയോഗിക്കാം. മൾട്ടിപ്പിൾ ഇമേജസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റിലേക്കുള്ള ഇമേജ് ആണെങ്കിൽ പോലും അതിനൊരു ടൈം ലൈനിൽ ഇട്ട് കഴിഞ്ഞാൽ അത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിനെല്ലാം മിക്സ് ചെയ്തിട്ട് പല പല കോണ്ടെക്സ്റ്റുകൾ മിക്സ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് വിത്ത് ഓഡിയോ ജനറേറ്റ് ചെയ്ത് തരുന്ന ഒരു കപ്പാസിറ്റിയൊക്കെ അച്ചീവ് ചെയ്തു. അപ്പോൾ ഇത് വലിയൊരു ചോദ്യമാണ്. എന്തായിരിക്കും ഫ്യൂച്ചർ ഓഫ് ആർട്ട് എന്താണ്, ഫ്യൂച്ചർ ഓഫ് മൂവി പ്രൊഡക്ഷൻ എന്താണ്, ഫ്യൂച്ചർ ഓഫ് ക്രിയേറ്റിവിറ്റി എന്താണ്? അപ്പോൾ ഇതെല്ലാം ഗൂഗിൾ ഓൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുള്ള ഒരുപാട് ഫീച്ചറുകളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ലൈഫിൽ ഒരുപാട് ഭാഗത്ത് നമുക്കൊരു ഡിസിഷൻ മേക്കിംഗ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ഓട്ടോമേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ബേസിക്കലി എഫേർട്ട് കട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ ഒരുപാട് AI നമ്മുടെ ലൈഫിലേക്ക് കൂടുതൽ വരുന്നു. കന്നഡയിൽ AI വരുന്നു, നമ്മൾ കാണുന്ന കാഴ്ചകളിൽ AI വരുന്നു, ജെമിനി ലൈവ് ഒക്കെ അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നു. അതുപോലെ നമ്മൾ ചെയ്യേണ്ടുന്ന മുൻപ് നമ്മൾ ഒരു ഓട്ടോണമസ് ആയിട്ട് ബ്രൗസ് ചെയ്ത് ഒരു ഡിസിഷൻ മേക്ക് ചെയ്ത് ഒരു എഫേർട്ട് എടുത്ത് ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് അവിടെ എല്ലാം എജൻറ്റിക് മോഡിൽ AI വരുന്നു. അങ്ങനെ ഒരുപാട് ഗൂഗിൾ റിയൽ വേൾഡ് യൂസ് കേസുകളുള്ള ഒരുപാട് AI ടൂളുകളും AI യൂസ് കേസുകളൊക്കെ അവരുടെ IOയിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെയൊക്കെ വരുന്ന ചോദ്യം അതാണ്, എന്താണ് ഹ്യൂമൻ ആയിരിക്കുക എന്നുള്ളതിൻ്റെ ഫ്യൂച്ചർ എന്താണ്? നമ്മളൊരു ജോലിയോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ടഫ് ടൈംസിൽ, ടഫ് എന്ന് പറയുന്നത് നമുക്കൊരു ക്ലാരിറ്റി ഇല്ല, എല്ലാം കലങ്ങി കിടക്കുകയാണ്, എങ്ങനെയായിരിക്കും ഇനി AI ഏത് ഡയറക്ഷനിലാണ് പോവുക എന്നുള്ളത് നമുക്ക് അറിയുന്നുണ്ടാവില്ല. നിങ്ങളൊരു വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ കരിയർ ഡിസിഷനൊക്കെ മേക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഏത് ഡയറക്ഷനിലേക്കായിരിക്കും എൻ്റെ കരിയർ പോവേണ്ടത്, ഞാൻ ഇനി എന്താണ് പഠിക്കേണ്ടത്, ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? ശരിക്കും ഇന്ന് എന്താ വെച്ചാൽ ഇതെല്ലാം ഒരു കൊടുങ്കാറ്റ് പോലെയോ അല്ലെങ്കിൽ ഒരുമിച്ച് വരികയായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ഡിസിഷൻ എങ്ങനെ മേക്ക് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും നല്ല കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഒരു വലിയ ശതമാനം ആൾക്കാർ ഡിസ്ട്രാക്റ്റഡ് ആണ്. അപ്പോൾ ആ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിൻ്റെ അകത്ത് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർ തന്നെ ചുരുക്കം ആൾക്കാരായിരിക്കും, ഈ ഒരു സ്റ്റേജ് വരെ എത്തിയവർ വളരെ ചുരുക്കമായിരിക്കും. ജനറലി എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് വെച്ചാൽ, ജസ്റ്റ് ഒരു ഗൂഗിൾ പുതിയ പ്രൊഡക്റ്റ് ഇറക്കി ഫീച്ചർ ഇറക്കി എന്നുള്ളതുമേ ഒബ്സസ്ഡ് ആയിട്ട് തിങ്ക് ചെയ്യുന്നതിന് പകരം ഇത് മുൻപ് നമ്മൾ ചെയ്തിരുന്ന ഏതെല്ലാം ഫംഗ്ഷൻസിനെ ഓട്ടോമേറ്റ് ചെയ്യുന്നുണ്ട്, അത് ചെയ്യുന്നത് വഴി ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഓർഡർ എഫക്റ്റ്, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എഫക്റ്റുകൾ ഉണ്ടാവില്ലേ? ഇപ്പോൾ ഫസ്റ്റ് ഓർഡർ എഫക്റ്റാണ് AI ഇമെയിൽ എഴുതുന്നു, AI ചാറ്റ് എഴുതുന്നു, അടിപൊളി നല്ല രസമുണ്ടല്ലോ, AI പോയ എഴുതുന്നു ഒക്കെ പറഞ്ഞത്. പിന്നീട് AI വീഡിയോ ഉണ്ടാക്കുന്നു, ഇമേജ് ജനറേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ ഒരു ലോ ക്വാളിറ്റി സംഭവങ്ങളായിരുന്ന പോയിന്റിൽ ഇതൊന്നും എൻ്റെ കരിയറിനെ റീപ്ലേസ് ചെയ്തില്ല എന്ന് വിശ്വസിച്ച പല ആൾക്കാരും ഇന്ന് ഇത് ഓരോ പോയിന്റിലും ഇതൊരു ഹയർ ക്വാളിറ്റി അച്ചീവ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ആ ടൈം ലൂപ്പിൽ പെട്ടു. അതായത് ഇപ്പം ഇത്രക്കല്ലേ ഉള്ളൂ, അപ്പോൾ ഇത് മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതിയിട്ട് നമ്മുടെ നോർമൽ ലൈഫായിട്ട് മൂവ് ഓൺ ആവും. പക്ഷേ AI ബാക്ക്ഗ്രൗണ്ടിൽ ഇതിൻ്റെ ടെക്നോളജി കാര്യമായിട്ട് റാപ്പിഡായിട്ട് ഇവോൾവ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, വാട്ട് ഈസ് ക്രിയേറ്റിവിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു AI ടൂളിനോട് നമ്മുടെ ആവശ്യത്തെ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ക്രിയേറ്റിവിറ്റി എന്ന് ഡിഫൈൻ ചെയ്യുന്ന ഒരു പീരീഡിലാണ് നമ്മളുള്ളത്. അപ്പോൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയണം. AIയുടെ യൂസ് കേസുകളെ കുറിച്ച് ഇതൊരു എക്സ്പെരിമെൻ്റൽ പ്രോജക്റ്റാണ്. അതായത് എപ്പോഴും നമ്മൾ ഏതെല്ലാം രീതിയിലായിരിക്കാം AIയുടെ യൂസ് കേസുകൾ ഇവോൾവ് ചെയ്യുന്നത് എന്ന് വാച്ച് ചെയ്യണം. ഏറ്റവും ബെസ്റ്റ് AI ടൂളുകൾ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ ഉപയോഗിക്കണം. ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു കോമ്പറ്റേറ്റീവ് എഡ്ജ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിലോ ബിസിനസ്സിലേക്ക് ഒരു കോമ്പറ്റേറ്റീവ് എഡ്ജ് വേണമെന്നുണ്ടെങ്കിൽ ലൈക്ക് വി ഡു ദിസിൽ നമ്മൾ നിരന്തരമായിട്ട് AIയുടെ പുതിയ അപ്ഡേറ്റുകളും മറ്റുമൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ IIT മദ്രാസുമായി ചേർന്നിട്ട് നമ്മൾ ഓഫർ ചെയ്യുന്ന പ്രോഗ്രാമുകളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സും മറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടുന്ന AI ഇൻ്റലിജൻസ് ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടുന്ന പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അല്ലാത്തവർ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, എനി കരിയർ, എനി ജോബ് നിങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. എനി ബിസിനസ് നിങ്ങൾ വളരെ ട്രഡീഷണൽ ഇൻഡസ്ട്രിയിലാണ്, ഞാൻ എൻ്റെ നാട്ടിൻ പുറത്താണ് ചെയ്യുന്നത് എന്നുള്ളത് പോലും ഒരു ബിസിനസ്സിനെ സെക്യൂർ ആക്കില്ല എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് നേരത്തെ അറിയുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ഇൻസെൻറ്റീവ്സ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പല ടാസ്കുകളും ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ AI ഉപയോഗിച്ചിട്ട് ഒരുവിധം ഏത് ഇൻ്റലിജൻറ്റ് ടാസ്കും ചെയ്യാം. ഈ ഇൻ്റലിജൻറ്റ് ടാസ്ക് AIനെ കുറിച്ച് അറിയാത്ത ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിൽക്കാം, അഥവാ ആ സർവീസ് AIനെ കൊണ്ട് ചെയ്യിച്ചെടുത്തിട്ട് ആ വർക്ക് നിങ്ങൾക്ക് കൊടുത്തിട്ട് അതിന് കാശ് വാങ്ങാം. അപ്പോൾ നേരത്തെ അറിയുന്നതിന് ഒരു ക്ലിയർ ആയിട്ടുള്ള അഡ്വാൻറ്റേജുകളുണ്ട്. ഒരു കാര്യം ആലോചിക്കേണ്ടത്, എന്തൊക്കെ AIനെ കൊണ്ട് ചെയ്യിക്കണം, എന്തൊക്കെ ചെയ്യിക്കേണ്ട എന്നുള്ളതിൽ വ്യക്തമായ ധാരണ നമ്മൾ ഹ്യൂമൻ ബീയിങ്സിന് ആവശ്യമാണ്.
സന്തോഷമാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും നമ്മുടെ ടീമിനോട് പറയുന്ന ഒരു കാര്യമാണ്, തിങ്കിങ്ങിന് നിങ്ങൾ AI-ക്ക് ഔട്ട്സോഴ്സ് ചെയ്യരുത്, പക്ഷേ വർക്ക് ചെയ്യാനുള്ളതിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തോ. കാരണം തിങ്കിങ്ങിൽ നമ്മൾ വരുമ്പോഴാണ് നമ്മളുടെ ബ്രെയിൻ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക, നമുക്ക് കൂടുതൽ ഹയർ ടാസ്കുകൾ എടുക്കാൻ പറ്റുക, കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള AI-യെ ലെവറേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റണം. നേരെ മറിച്ച് നമ്മൾ ചിന്തിക്കുന്നൊന്നുമില്ല എന്ന് വെക്കുക, AI ഒരുപാട് ഉത്തരങ്ങൾ തരുന്നുണ്ട്, ഇതിൽ ഏതാ നല്ലതെന്ന് നമ്മളെങ്ങനെ ചൂസ് ചെയ്യുക? അപ്പോൾ അത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് വേണം, നമുക്കൊരു അല്പസ്വല്പം ഇൻ്റലിജൻസ് വേണം, നമ്മൾ സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ ചിന്തിച്ച് തീരുമാനമെടുക്കാനുള്ള ശേഷിയൊക്കെ വേണം. ഇപ്പോൾ ഗൂഗിളിൻ്റെ I/O നമുക്ക് മുൻപിൽ സൂചിപ്പിക്കുന്നത് ഒരു വാട്ടർ ഷെഡ് മൊമെൻ്റാണ്. ടെക്നോളജിയുടെ പ്രോഗ്രസിൻ്റെ കാര്യത്തിൽ ശരിക്കും ഒരു ടേണിംഗ് പോയിൻ്റ് ആവാൻ സാധ്യതയുള്ളതാണ്. കാരണം ഗൂഗിളിൻ്റെ ഒരുപാട് കാലത്തെ റിസർച്ചുകൾ അവർ പ്രൊഡക്റ്റൈസ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ റേസിൽ ആര് ജയിക്കും എന്നുള്ളത് ഇതൊരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു ഇൻസ്റ്റൻറ്റ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഇന്ന ആൾ മുന്നിൽ നിൽക്കുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഹ്യൂജ് ക്യാപിറ്റലുമായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻസ് എല്ലാം ഇതിന് പിറകിലുണ്ട്. ഇതൊരു ഉട്ടോപ്യൻ വേൾഡ് ആണോ ഡിസ്റ്റോപ്യൻ വേൾഡ് ആണോ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ കുറച്ചും കൂടി വലിയ ചോദ്യമാണ്. അതർ ദാൻ ദാറ്റ് ഒരു ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവിൽ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കെങ്ങനെ എൻ്റെ പ്രൊഡക്ടിവിറ്റിയെ മാക്സിമൈസ് ചെയ്യുക, എനിക്ക് കാര്യങ്ങൾ എങ്ങനെ ഫാസ്റ്റർ ചീപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാം, കുറച്ചും കൂടെ പ്രൊഡക്ടിവിറ്റി അച്ചീവ് ചെയ്തിട്ട് അതിന് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ്ലി AI നമ്മുടെ ജീവിതത്തെ നമ്മൾ വിചാരിക്കുക പോലും ചെയ്യാത്ത രീതിയിൽ റീഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ടെസ്റ്റിമോണിയലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ I/O. നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ നേരിട്ടുള്ള വെബ്സൈറ്റിലും മറ്റൊക്കെ പോയിട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് പ്രോഗ്രാം കാണണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്.